കുരുമുളക് പൊടി, പിന്നെ വൈറ്റ് പെപ്പർ. ഓക്കെ, വൈറ്റ് പെപ്പർ, മുളക് പൊടി. ഇത്രയാണ് ആവശ്യമായ സാധനങ്ങൾ. കാരണം നമ്മൾ അൽഫാം ചിക്കനിലേക്ക് പോകുന്നത് അതിന്റെ ചേരുവകൾ എന്തെല്ലാം ചേർക്കാനുള്ള ചേരുവകളിൽ വേണ്ട മസാലക്കൂട്ടിന്റെ കാര്യമെല്ലാം പറഞ്ഞു. പക്ഷേ ആദ്യം വേണ്ട കാര്യം ഇവിടെ ഉണ്ട്. അദ്ദേഹം ഇവിടെ റെഡിയായി ക്ലീൻ ആക്കി ഇവിടെ ഇരിപ്പുണ്ട്. ചിക്കൻ ആദ്യം ആവശ്യമുണ്ട്. ഇനി എന്തെല്ലാമാണ് പ്രിപ്പറേഷൻസ്? ആദ്യം എന്താ ചെയ്യേണ്ടത്? ചിക്കനാണ്. ചിക്കൻ സ്കിന്നോട് കൂടിയുള്ള ചിക്കനാണ് ഇതിന് ആവശ്യമായിട്ടുള്ളത്. സ്കിന്നോട് കൂടിയുള്ള ചിക്കൻ. അപ്പം അൽഫാമിന് പ്രത്യേകം ശ്രദ്ധിക്കുക, സ്കിന്ന് കളയരുത്. സ്കിന്നോട് കൂടിയുള്ള ചിക്കനാണ്. ഈ ചിക്കൻ കണ്ടല്ലോ, ചിക്കനെ കാണുമ്പോൾ അറിയാം സ്കിന്ന് കളഞ്ഞിട്ടില്ല. അതിനുശേഷം ചിക്കൻ കട്ട് ചെയ്യണം. ചിക്കൻ കട്ട് ചെയ്യണം. അപ്പം കട്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ടോ? കട്ട് ചെയ്യുമ്പോൾ ചിക്കൻ അത് ഉടയാതെ നോക്കണം. ചിക്കൻ ഉടയാതെ നോക്കുക. നമ്മൾ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത്? സെപ്പറേറ്റ് ഒന്ന് കാണിച്ചു തരാമോ? കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് കട്ട് ചെയ്യണം, എന്നിട്ട് മാംസം ഉടഞ്ഞു. വിഷം ചെയ്ത് ചിക്കനെ രണ്ടായിട്ട് കീറി, പ്രത്യേകിച്ച് നടുവ് വെച്ച് കീറുമ്പോൾ പിരിന്നു പോകരുത് രണ്ടായിട്ട് ചിക്കൻ. അതുപോലെ തന്നെ ഇവിടെ വരയുമ്പോൾ ശ്രദ്ധിക്കണം. ചിക്കൻ വരയുമ്പോൾ ഉള്ളിലേക്ക് മാംസം ഉടഞ്ഞു പോകും. ചിക്കനെ 2 കഷ്ണങ്ങളാക്കി മാറ്റി വെച്ചതിന് ശേഷം അത് വരയുകയാണ്. അതിൻ്റെ ഇടയിലേക്ക് കത്തിക്കൊണ്ട് വരയുമ്പോൾ മാംസം ഉടയാതെ വേണം വരയാൻ വേണ്ടി. സ്കിൻ ഇച്ചിരി മുമ്പിലോട്ട് മുകളിലോട്ട് പൊക്കി കഴിഞ്ഞാൽ വരാൻ എളുപ്പമായിരിക്കും. തൊലി കളയാതെ ആദ്യം നിങ്ങൾ അതിന്റെ തല വെട്ടിയെടുത്ത് മാറ്റി ഒന്ന് ക്ലീൻ ചെയ്തതിനു ശേഷം എടുക്കുക. അതിനുശേഷം അതിനെ രണ്ടായിട്ട് കീറുക. വേസ്റ്റ് ഭാഗങ്ങൾ, മുമ്പിൽ ഫ്രണ്ടിലുള്ള ഭാഗങ്ങളിൽ നേരത്തെ വിഷം കട്ട് ചെയ്ത് മാറ്റി രണ്ടാക്കി മാറ്റിയതിനു ശേഷം രണ്ടായിട്ട് കീറുക. രണ്ടായിട്ട് കീറിയതിനു ശേഷം ഈ മാംസഭാഗങ്ങളിലും തന്നെ നമ്മൾ കത്തിക്കൊണ്ട് കീറുകയാണ്. കീറുന്ന എന്തിനാണ്? എൻ്റെ ഒരു മസാല പിടിക്കാൻ വേണ്ടി മസാല നമ്മൾ ഇതിലേക്ക് ഫില്ല് ചെയ്യും. അത് പിടിക്കാൻ വേണ്ടി നല്ല രീതിയിൽ ഒരു ആർട്ടിസ്റ്റിനെ പോലെ തന്നെ കംപ്ലീറ്റ് കീറി റെഡി ആക്കിയിട്ടുണ്ട് നമ്മുടെ ചിക്കന് 2 ഇതിലേക്ക്. ഇനി എന്താ ചെയ്യാൻ പോകുന്നത്? പിന്നെ ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ ഈ ചിക്കൻ ഒരു ബേസിനിലേക്ക് മാറ്റുക. എന്നിട്ട് നാരങ്ങയും ഉപ്പും കൂടെ പിഴിഞ്ഞ് ഇതിൻ്റെ പുറത്ത് ഒഴിക്കുക. ഒരു അരമണിക്കൂർ ഇത് വെച്ച് കഴിഞ്ഞതിന് ശേഷം എടുക്കുക. മസാല ഈ ചേരുവകൾ ചേർത്ത് റെഡിയാക്കാം. ഇത് ഒരു വേറൊരു ബേസിലേക്ക് മാറ്റിയതിനു ശേഷം നാരങ്ങയും ഉപ്പും പിഴിഞ്ഞ് ഇതിന്റെ പുറത്തേക്ക് നാരങ്ങ പിഴിഞ്ഞ് ഇതിന്റെ പുറത്തേക്ക് ഉപ്പും ഇതിനോട് ചേർക്കുക. ഉപ്പ് എങ്ങനെയാണ്? അല്ല, നമ്മൾ ഉപ്പ് വിതറിയാൽ മതി. ഓക്കെ, ഉപ്പ് വിതറുക. നാരങ്ങ പിഴിഞ്ഞ് ഇതിലൂടെ വെക്കുക. വേറൊരു ബേസിലേക്ക് മാറ്റി വെക്കുക. എത്ര സമയം മാറ്റി വെക്കണം? അരമണിക്കൂർ സമയം മാറ്റി വെക്കുക. നാരങ്ങയും ഇഞ്ചിയില്ലേ നമ്മളെ ഇഞ്ചിയും ഇതിന്റെ പുറത്തേക്ക് മിക്സിയുടെ ജാറിൽ അടിച്ചിട്ട് ഒഴിക്കുക. വിഷം പറഞ്ഞത് കേട്ടല്ലോ, നാരങ്ങയും നമ്മുടെ ഇഞ്ചിയും. ആ ഇഞ്ചിക്കാരനെ നമ്മളൊന്ന് ചെറുതായിട്ട് അരിഞ്ഞതിന് ശേഷം മിക്സിയിലിട്ട് ഒന്ന് അരച്ചെടുത്ത് ഒരു പരുവത്തിലായിട്ട് അതും കൂടി ഇതിന്റെ പുറത്തൊന്ന് ചേർക്കുക. പിന്നെ ഉപ്പും ഇടുക. ഉപ്പ് ഇട്ടിട്ട് അരമണിക്കൂർ സമയം നമ്മൾ അവനെ ഒന്ന് ഒരു റെസ്റ്റ് കൊടുക്കുക നമ്മുടെ ചിക്കന്. വിഷം അപ്പൊ നമ്മൾ ഈ ചിക്കനെ മാറ്റി വെച്ചു. ചിക്കൻ നമ്മൾ ഇഞ്ചിയും അതുപോലെ തന്നെ ഉപ്പും നാരങ്ങയെല്ലാം പിഴിഞ്ഞ് ചിക്കനെ മാറ്റി വെച്ചു. ഇനി ഇതിൽ വേറെ എന്തെല്ലാമാണ് ചേർക്കേണ്ടത്? ഇതിനകത്ത് കുറച്ച് വെജിറ്റബിൾസ് വരും. മസാലയ്ക്ക് വേണ്ടിയുള്ള വെജിറ്റബിൾസ് ആണ്. എന്തെല്ലാമാണ് വെജിറ്റബിൾസ്? കൊച്ചുള്ളി വരും. കൊച്ചുള്ളി, ഓക്കെ. പിന്നെ തക്കാളി. തക്കാളി ചെറുതായി പീസ് ചെയ്യുക. ഓക്കെ, ചെറുതായിട്ട് അരിയുക. നമ്മള് കൊച്ചുള്ളി ഇപ്പൊ ഇട്ടു. അതുപോലെ തന്നെ സവാള ചെറിയ കഷ്ണങ്ങളായിട്ടു. പിന്നെ ഇഞ്ചി ഇത് ചെറുതായിട്ട് അരിഞ്ഞിടുക. ചെറിയ പീസുകളായിട്ട്. ഇഞ്ചി കുറച്ച് ഇടാവും. കുറച്ച് ഇഞ്ചി ഇടുക. പച്ചമുളക് എത്ര എണ്ണം വേണ്ടി വരും? പച്ചമുളക് കുറച്ച് മതി. ഇനി വേണ്ട ഒരു സവാളയാണ്. ഒരു സവാള അത് ചെറുതായിട്ട് അരിയണം. സവാള ചെറുതായിട്ട് അരിയുക. വെളുത്തുള്ളി തൊലി കളഞ്ഞു വെച്ച വെളുത്തുള്ളിയാണ് ഇതിനാവശ്യം. ആദ്യം കൊച്ചുള്ളി ഇട്ടു. അതിനുശേഷം നമ്മള് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞിട്ടു. വെളുത്തുള്ളി ഇട്ടു. പച്ചമുളക് ഇട്ടു. ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞിട്ടു. ഇത്രയും സാധനങ്ങൾ ഇട്ടു. ഒപ്പം ഒരു സവാളയെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിനോട് ചേർത്തു. ഇനി ഇതിനോട് മസാല ചേർക്കാൻ പോവാണ്. എന്തെല്ലാം മസാലകളാണ് ചേർക്കുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാം ചേർക്കുന്നുണ്ട്. ക്യാപ്സിക്കം ചേർക്കുന്നുണ്ട്. അപ്പൊ എല്ലാ കാര്യങ്ങളും നിങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോൾ വിഷം നമുക്കിനി എന്തെല്ലാം മസാലകളാണ് ചേർക്കാനുള്ളത്? മസാല ഐറ്റം എന്ന് പറയുന്നത് ആദ്യം മഞ്ഞപ്പൊടിയാണ്. മഞ്ഞപ്പൊടി 1/2 ടീസ്പൂൺ ഇട്ടു. ഓക്കെ. പിന്നെ മുളക് പൊടി. പിന്നെ വേണ്ട വൈറ്റ് പെപ്പർ. പിന്നെ കുരുമുളക് പൊടി. ചെറിയ ജീരകം 1 സ്പൂൺ. ഓക്കെ. പെരിഞ്ജീരകം ഒരു 1.5 സ്പൂൺ. ഓക്കെ. ഗ്രാമ്പു ഒരു 3-4 എണ്ണം. പിന്നെ വേണ്ട മല്ലിപ്പൊടി. പിന്നെ ഗരം മസാല. ഓക്കെ. പിന്നെ ഉപ്പ് പാകത്തിനാണ് ചേർക്കേണ്ടത്. ഉപ്പ് ആവശ്യത്തിനല്ലേ? ഇത്രയാണ് ഇതിന് വേണ്ട ആവശ്യങ്ങൾ. ഇനി എന്താണ് ഇത് ചെയ്യാൻ പോകുന്നത്? ഇതിനെ മിക്സിയിലേക്ക് ഇട്ട് അടിക്കുക. നല്ല പരുവപ്പെട്ട് വരണം. ഓക്കെ. എന്താണ്, വെള്ളമാണോ ചേർക്കുന്നത്? വെള്ളം ചേർക്കുന്നുണ്ട്. ശരി. നമ്മൾ
നമ്മൾ ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കുന്നത്. നമ്മൾ ആദ്യം ചിക്കൻ എടുത്തു, 2 പീസായിട്ട് അതിനെ വെട്ടിമാറ്റി, ഒപ്പം അതിനോട് കുറെ കട്ടിങ്സ് ഇട്ട് കൊടുത്തു. ആ കട്ടിങ്സ് ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിനെ മാറ്റി വെക്കുന്നതിനോടൊപ്പം തന്നെ ഒരു അരമണിക്കൂർ നേരത്തേക്കാണ് മാറ്റി വെച്ചത് നാരങ്ങയും അതുപോലെ തന്നെ ഉപ്പും ഇഞ്ചിയും ചേർത്ത് ഒന്ന് അതിന്റെ പുറത്തൊന്ന് തേച്ച് കൊടുത്തതിന് ശേഷമാണ്. അതൊരു അരമണിക്കൂർ സമയമെടുക്കുന്ന സമയം കൊണ്ട് വിഷം ചെയ്ത മറ്റു കാര്യങ്ങൾ എന്ന് പറയുന്നത് കൊച്ചുള്ളി, സവാള ചെറുതായി അരിഞ്ഞത്, പച്ചമുളക്, ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കിയത്, ഇതെല്ലാം കൂടി ചേർത്ത്, ഒപ്പം തൊലി കളഞ്ഞ വെളുത്തുള്ളിയും ഇതിനോടൊപ്പം ഇട്ടതിനു ശേഷം മഞ്ഞപ്പൊടി, മുളക് പൊടി, വൈറ്റ് പെപ്പർ, കുരുമുളക് പൊടി, പെരുംജീരകം, ചെറുംജീരകം, അതുപോലെ തന്നെ ഗ്രാമ്പു, മസാല, ഗരം മസാല, മല്ലിപ്പൊടി, അതുപോലെ തന്നെ ഉപ്പ്, ഇവയെല്ലാം ഇതിനോട് കുറച്ച് ചേർത്തു. ആവശ്യത്തിന് ചേർത്തതിന് ശേഷം ഇനി നമ്മളിത് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ്. വെള്ളമാണ് ഒഴിക്കുന്നത്. ശരിക്കും വെള്ളം ഒഴിക്കണോ? കുറച്ച്. 3 മിനിറ്റ് സമയം ഈ ഒരു മിക്സിയിലേക്ക് ഇത് പരിചയപ്പെടുത്തി വരുമ്പോഴേക്ക് നമുക്കിത് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ 3 മിനിറ്റ് സമയമായി നമ്മൾ മിക്സിയിൽ നിന്ന് നമ്മൾ നേരത്തെ വെജിറ്റബിൾസും അതുപോലെ തന്നെ മസാലകളും എല്ലാം നമ്മൾ ഒരു പരുവായപ്പോഴേക്കും പുറത്തെടുത്തു. ഏകദേശം 3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഈ ഒരു അരപ്പ് ഈ രൂപത്തിലായി. നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം കൂടി ഈ ഒരു പരുവത്തിലായി. ഇനി എന്താണ് ചെയ്യേണ്ടത്? ഇനി ഇതിന് ചിക്കനിലേക്ക് മസാല ആക്കണം. ചിക്കനിലേക്ക് മസാല പുരട്ടിയെടുക്കണം. അതെ, അതിൽ മുഖ്യം അങ്ങ് എടുത്താൽ മതി അല്ലേ? എല്ലാം വളരെ സ്ലോ ആയിട്ട് ഇതിൻ്റെ ഇടയ്ക്കെല്ലാം മസാല കൈകൊണ്ട് പുരട്ടി കൊടുക്കണം. ഓക്കെ. നമ്മൾ നേരത്തെ കീറിയെല്ലാം വെച്ചിരുന്നല്ലോ, ഈ ചിക്കൻ്റെ പീസിൽ ഇടയ്ക്ക് കീറിലെല്ലാം വരുത്തി. അവിടെയെല്ലാം തന്നെ അകത്തേക്ക്, ചിക്കൻ്റെ അകത്തേക്ക് ഈ മസാല പിടിക്കാൻ വേണ്ടി, എല്ലാ ഭാഗത്തും പിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ അതിൻ്റെ അകത്തെല്ലാം പതുക്കെ തേച്ച് കൊടുക്കുക. അൽഫഹം ചിക്കന് വേണ്ടി നമ്മുടെ വിശ്വം തയ്യാറാക്കി കഴിഞ്ഞിട്ട്, ചേരുവകളെല്ലാം തയ്യാറാക്കി കഴിഞ്ഞു. നമ്മൾ ചിക്കനെ എല്ലാം റെഡിയാക്കിയതിന് ശേഷം മസാല പുരട്ടിയെടുക്കുന്നത് കണ്ടു. നേരത്തെ കീറിയ ഭാഗങ്ങളിലെല്ലാം തന്നെ വളരെ പതുക്കെ മുഴുവൻ ഭാഗങ്ങളിലേക്കും മസാല പുരട്ടിയെടുത്തു. ഇനി എന്താണ് ചെയ്യാനുള്ളത്? ഇതൊരു 3 മണിക്കൂർ വെച്ചേക്കുക, എങ്കിലേ ഇതിനകത്ത് മസാല നല്ലോണം പിടിക്കുള്ളൂ. ശരി, 3 മണിക്കൂർ ഇതിനെ ഒന്ന് വച്ചിരുന്നാൽ മാത്രമേ ഇതിന്റെ എല്ലാ ഭാഗങ്ങളിലും മസാല പിടിക്കത്തുള്ളൂ.